പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. ക്ലിനിക്കിലെ ഈ പറഞ്ഞ 3 അസുഖങ്ങൾക്കും ചികിത്സയ്ക്ക് എത്തുന്ന എല്ലാ രോഗികളും പൊതുവെ പറയാറ് ഡോക്ടറെ എനിക്ക് പൈൽസാണ് എന്നാണ്. എനിക്ക് ഇന്ന ലക്ഷണങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് മിക്ക രോഗികളും നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. എന്നാൽ വിശദമായി ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാറുള്ളത് ഇവരിലെ ഭൂരിഭാഗം പേരുടെ അസുഖം അവർ പറഞ്ഞ പോലെ പൈൽസ് ആയിക്കൊള്ളണമെന്നില്ല. അത് ചിലപ്പോൾ ഫിസ്റ്റുല ആയിരിക്കാം, ഫിഷർ ആയിരിക്കാം, അല്ലെങ്കിൽ പൈലോനിഡൽ ആബ്സസ് ആയിരിക്കാം. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടുമിക്ക പേരും പൈൽസാണെന്ന് പറഞ്ഞ് ഇപ്പോൾ സർവ്വസാധാരണയായി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൈൽസിൻ്റെ മരുന്ന് വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ പുറമെ അപ്ലൈ ചെയ്യുകയോ ജെൽ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അസുഖത്തിനെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്താറുള്ളത്. സോ ആദ്യം നിങ്ങളൊരു അംഗീകൃത ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അസുഖം പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് അസുഖത്തിനാണെങ്കിലും ചികിത്സ സ്വീകരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലെ കോമൺ ആയിട്ടുള്ള പൈൽസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അരുൺദാസ് വെളിയത്ത്, ചീഫ് ഫിസിഷ്യൻ, വെളിയത്ത് ഹോമിയോപ്പതി ക്ലിനിക്സ്. പൈൽസ് അഥവാ ഹെമറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലെ രക്തക്കുഴലുകൾ വീർത്ത് പതിയെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ്. ഒന്നോ അതിലധികം തടിപ്പുകളായി ഇവ കാണപ്പെടാം. ചിലർക്ക് അതുമൂലം മലദ്വാരത്തിന് പുറമെ നീർക്കെട്ട് വന്ന് അവിടെ രക്തക്കുഴൽ തടിച്ചു വരുന്ന അവസ്ഥയാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 3 ഗ്രേഡായിട്ട് നമുക്ക് തരംതിരിക്കാം. ഗ്രേഡ് 1 എന്ന് പറയുന്നത് മോശം പോകുമ്പോൾ പുറത്തേക്ക് വരും, മോശം പോയി കഴിയുമ്പോൾ തനിയെ ഉള്ളിലോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഗ്രേഡ് 2ലേക്ക് വരുമ്പോൾ മോശം പോകുമ്പോൾ പുറത്തേക്ക് വരികയും മോശം പോയി കഴിയുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയും ചെയ്യേണ്ടി വരും. എന്നാൽ ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ വിരൽ കൊണ്ട് ഉള്ളിലോട്ട് ആക്കാൻ ശ്രമിച്ചാലും ഉള്ളിലോട്ട് പോകാതെ പുറമെ തന്നെ നിൽക്കുകയും അതുകൊണ്ട് തന്നെ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. പൊതുവെ പൈൽസ് അത്രയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നല്ല. എന്നാൽ മോഷൻ പോകുന്നതിന് കൂടെ രക്തം കാണുക, അല്ലെങ്കിൽ മോഷൻ പോയതിനു ശേഷം തുള്ളിത്തുള്ളിയായിട്ട് മോഷനിൽ മിക്സായ പോലെ രക്തത്തിൻ്റെ അംശം കാണുകയോ ചെയ്യാറുണ്ട്. സ്ഥിരമായി മലബന്ധമുള്ള ആളുകൾക്കും പൈൽസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിലോ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും പൊതുവെ ഈ പൈൽസ് അസുഖം കൂടുതലായി കാണപ്പെടാറുണ്ട്. എന്നാൽ ഇനി ഫിഷറിലേക്ക് വരുമ്പോൾ മുകളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ വേദനയോട് കൂടിയാണ് സാധാരണ രീതിയിൽ ഫിഷർ വരാറുള്ളത്. മലബന്ധം സ്ഥിരമായി ആളുകളിൽ നല്ല രീതിയിൽ ബലപ്പെട്ട് മോശം പോകുമ്പോൾ മലദ്വാരത്തിലുള്ള മസിലുകൾ വിണ്ടുകീറുന്ന അവസ്ഥയാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലം പോകുമ്പോൾ ഈ മസിൽസ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ മുറിവുകൾ വലിയുകയും ആ രീതിയിൽ നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ വേദന മലം പോകുമ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞ് മണിക്കൂറുകളോളം ഇത് നീണ്ടു നിൽക്കുകയും പുകച്ചിലും രോഗിയെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. പക്ഷേ ഫിഷർ കണ്ടീഷനിൽ ബ്ലീഡിങ് സാധാരണയായി കാണാറില്ല. എങ്കിലും സ്ട്രീക്സ് ഓഫ് ബ്ലഡ് ഇൻ സ്റ്റൂൾ എന്ന് പറയാറുണ്ട്. അതായത് ഒരു സ്റ്റൂളിനകത്ത് സ്ട്രീക്സ് പോലെ ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം വ്യത്യസ്തനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. നമ്മുടെ മലാശയത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് ഒരു അബ്നോർമൽ ട്രാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പഴുപ്പ് പുറത്തേക്ക് പോകുന്നു. ചിലപ്പോഴൊക്കെ മലം ഈ ട്രാക്റ്റിലേക്ക് കയറിയിട്ട് അതിലൂടെ കയറി വരാനുള്ളൊരു സാധ്യത കൂടി ഇതിനുണ്ട്. അതുപോലെ മലം ഈ ട്രാക്കിലോട്ട് കയറിയാൽ അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് വരെ രോഗിക്ക് ചെറിയ അസ്വസ്ഥയും വേദനയെല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നതിന് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും ഈ ഫിസ്റ്റുല കാരണമാവാറുണ്ട്. ഈ ട്രാക്കിൻ്റെ അകത്ത് ഓപ്പണിങ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മലം ഇതിലോട്ട് കയറാതിരിക്കുകയും അങ്ങനെയുള്ള രോഗികൾക്ക് ഇടയ്ക്കിടെ ട്രാക്കിലൂടെ പഴുപ്പ് വരികയും അത് മൂലമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇതുകൂടാതെ പൈലോനിഡൽ ആബ്സസ് അല്ലെങ്കിൽ സൈനസസ് എന്ന ഒരു അവസ്ഥ കൂടി ഈ മലാശയത്തിന് ചുറ്റുമായിട്ട് കാണാറുണ്ട്. ഇതിൽ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബട്ടക്സിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ വീഴുന്നൊരവസ്ഥയാണ് ഈ പൈലോനിഡൽ സൈനസസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലേക്ക് അവിടെയുള്ള രോമങ്ങൾ കയറുകയും അത് പഴുത്ത് ഒരു ആബ്സസായി മാറുകയും സാമാന്യ അസഹനീയമായ വേദനയും പഴുപ്പ് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് പൈലോനിഡൽ ആബ്സസ് അല്ലെങ്കിൽ സൈനസിൽ കാണാറുള്ളത്. അത് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. സോ മുകളിൽ പറഞ്ഞ ഈ 4 രോഗങ്ങളും, അതായത് മലദ്വാരത്തിൻ്റെ രക്തക്കുഴലുകൾ വീർത്ത് പുറത്തേക്ക് വരുന്ന അവസ്ഥയായിട്ടുള്ള പൈൽസ്, അവിടെയുള്ള മസിൽസ് പൊട്ടി ക്രാക്ക് വീഴുന്ന അവസ്ഥയായിട്ടുള്ള ഫിഷർ, അബ്നോർമലായ ഒരു ട്രാക്ക് ഫോമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കണ്ടീഷനായിട്ടുള്ള ഫിസ്റ്റുല, ചെറിയ സുഷിരങ്ങൾ പോലെയുള്ള നട്ടിലിന് താഴെയായിട്ട് ബട്ടക്സിന് ഇടയിലായിട്ട് വന്ന് അവിടെ ഹെയർ കയറിയിട്ട് രോമകൂപങ്ങളെല്ലാം കയറിപ്പോയിട്ട് അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പൈലോനിഡൽ സൈനസ് അല്ലെങ്കിൽ പൈലോനിഡൽ ആബ്സസ്. ഇപ്പോൾ എല്ലാം തന്നെ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ട് പഴകിയിട്ടുള്ള പൈൽസാണ് ഇതെന്ന് തെറ്റിദ്ധരിച്ച് സ്വയ ചികിത്സയ്ക്ക് നിൽക്കാതെ ആദ്യം നിങ്ങളുടെ അടുത്തുള്ള ഒരു അംഗീകൃത ഡോക്ടറെ ശരിയായ രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ട് അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം ചികിത്സ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും തന്നെ എളുപ്പത്തിൽ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളിലേക്കോ ഇല്ലെങ്കിൽ മറ്റ് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മളെ എത്തിക്കാറില്ല. എങ്കിലും ശരിയായ ചികിത്സ എടുത്ത് തുടക്കത്തിലെ ഇത് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇന്ന് ലഭ്യമാണ്. സർജറിയെ ഭയന്ന് ഈ പഴുപ്പും വേദനയുമായി വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള പൊടിക്കൈകളും ആയി കഴിയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാവും. അവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വെളിയത്ത് ഹോമിയോപ്പതി on a mission to cure.